വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ചെറിയൊരു കാര്യം പഠിച്ചാലോ? PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിൻ്റെ സവിശേഷതകളും ജസ്റ്റ് അതിനെ പറ്റിയൊന്ന് അറിഞ്ഞിരിക്കാം. റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിതയുടെ പേരെന്ത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്? റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഇന്ത്യ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? 321 ഭാഗങ്ങളും 10 പട്ടികകളും. എത്രയാണ്? 321 ഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭകൾ നിർദ്ദേശിച്ച നിയമത്തിൻ്റെ പേരെന്ത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച് നൽകിയ നിയമം. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെയാണ്. താങ്ക് യു.